Fourth problem, a line AB measuring 70 mm has its end A 15 mm in front of VP and 20 mm above HP. And the other end B is 60 mm in front of VP and 50 mm above HP. Draw the projections of the line and find the inclination of the line with both the reference planes of the projections. And also find the traces. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലവും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? നേരത്തെ ഫ്രണ്ട് വ്യൂ ആണ് തന്നിരുന്നത്, അല്ലെങ്കിൽ എലിവേഷനാണ് തന്നിരുന്നത്. അതിന് പകരം ഇവിടെ ട്രൂ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിൽ എ ലൈൻ എ ബി എന്ന പേരിലുള്ള ഒരു ലൈൻ ഉണ്ട്. മെഷറിങ് 70 mm എന്ന് പറയുമ്പോൾ അതതിൻ്റെ ട്രൂ ലെങ്ത് ആണ്. കാരണം ഫ്രണ്ട് വ്യൂ എന്നോ അല്ലെങ്കിൽ എലിവേഷൻ എന്നോ ടോപ്പ് വ്യൂ എന്നോ പ്ലാൻ എന്നോ ഒന്നും പറയാതെ എ ലൈൻ എ ബി മെഷറിങ് 70 mm എന്ന് പറഞ്ഞാൽ അതതിൻ്റെ ട്രൂ ലെങ്ത് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഹാസ് ഇറ്റ്സ് എൻഡ് എ 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് എടുത്തെഴുതാം. എ ബി എന്ന ഒരു ലൈൻ, അതിൻ്റെ ട്രൂ ലെങ്ത്ത് 70 mm, എൻഡ് എ 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് 20 mm എബോവ് എച്ച് പി. Other end B is 60 mm in front of VP, B 60 in front of VP and 50 above HP. ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് താഴെയാണ്. ഇൻ ഫ്രണ്ട് ഓഫ് താഴെ. എബോവ് എന്ന് കണ്ടാൽ മുകളിൽ. അപ്പോൾ ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി താഴെ, എബോവ് എന്ന് കണ്ടാൽ മുകളിൽ. ഇനി വി പിയുമായിട്ട് ബന്ധപ്പെട്ട അളവുകളൊക്കെ ഡാഷ് ഇല്ലാതെയും എച്ച് പിയുമായിട്ട് ബന്ധപ്പെട്ട അളവൊക്കെ ഡാഷ് ഉള്ള രൂപത്തിലും എഴുതണം. സോ 50 എബോ എച്ച് പി ഇതും ഡാഷ് ഉള്ള രൂപത്തിൽ, ഈ 60 ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഡാഷ് ഇല്ലാത്ത രൂപത്തിൽ. പിന്നെ ട്രൂ ലെങ്ത്ത് തന്നിട്ടുണ്ട് 70. സാധാരണഗതിയിൽ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ എ ഡാഷ് B1 ഡാഷ് അല്ലെങ്കിൽ എ B1 ഇങ്ങനെയാണല്ലോ ട്രൂ ലെങ്ത്തിനെ സൂചിപ്പിക്കാറുള്ളത് അല്ലേ? XY ലൈൻ വരയ്ക്കാം. ഞാനിവിടെ പേന കൊണ്ട് വരക്കാൻ കാരണം കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ പെൻസിൽ കൊണ്ടേ വരക്കാവൂ. ഇവിടെ XY ലൈൻ ഞാൻ വരച്ചു, അതിനെ XY എന്ന് പേര് കൊടുത്തു, XY. ഇനി എ എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യണം. അത് 15 ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ 15 താഴേക്ക്, 20 മുകളിലേക്ക്. ഇവിടെ എബോവ് എച്ച് പി, 20 എബോവ് എച്ച് പി എന്നുള്ള ഭാഗത്ത് ഡാഷ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എ ഡാഷ്. പിന്നെ 15 ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അത് വി പിയുമായിട്ട് ബന്ധപ്പെട്ട അളവായതുകൊണ്ട് ഡാഷ് ഇല്ലാതെ എ എന്നും മാർക്ക് ചെയ്തു. അപ്പോൾ എ ഡാഷും കിട്ടി, എയും കിട്ടി. ഇനി എന്താ തന്നിരിക്കുന്നത്? ബി എന്നുള്ള പോയിൻ്റ് 60 ഇൻ ഫ്രണ്ട് ഓഫ് വി പി, 50 എബോവ് എച്ച് പി. അപ്പോൾ എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ എക്സ് വൈ ആക്സിൻ്റെ മുകളിൽ, ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ എക്സ് വൈ ആക്സിൻ്റെ താഴെ. അവിടെ നമുക്ക് ലോക്കസ് വരച്ചിടാം. 60ൽ ഈ താഴെ ഭാഗത്തൊരു ലൈനും 50ൽ മുകൾ ഭാഗത്തൊരു ലൈനും ഒരു ലോക്കസ് വരച്ചിടാം. സോ താഴെ ഭാഗത്ത് 60ൽ ഒരു ലോക്കസ് വരയ്ക്കാം. മുകൾ ഭാഗത്തേക്ക് 50ലും ഒരു ലോക്കസ് വരയ്ക്കാം. ഇപ്പോൾ രണ്ട് ഭാഗത്തും ലോക്കസ് വരച്ചു. ഇനി ട്രൂ ലെങ്ത്ത് 70 തന്നിട്ടുണ്ട്. എന്തായാലും ട്രൂ ലെങ്ത്തിൻ്റെ ആണെങ്കിലും എലിവേഷനോ പ്ലാനോ എന്തിൻ്റെയും എൻഡ് വരെ എപ്പോഴും ഈ ലോക്കസുകളിലല്ലേ വരിക. എലിവേഷൻ വരയ്ക്കുമ്പോഴും എൻഡ് വരെ ഈ ലോക്കസിലായിരിക്കും, ട്രൂ ലെങ്ത്ത് വരച്ചാലും എൻഡ് വരെ ഈ ലോക്കസിലായിരിക്കും. അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത്ത് 70 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കോമ്പസിൽ 70 എടുക്കുക. സി, കോമ്പസിൽ 70 എടുത്തിട്ടുണ്ട്. ഈ 70 എന്നുള്ളത് എ ഡാഷിൽ കുത്തിയിട്ടൊരു ആർക്ക് ഇവിടെ വരയ്ക്കാം. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ട്രൂ ലെങ്ത്തായി. എയിൽ കോമ്പസ് വെച്ചിട്ട് ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ഭാഗത്തും
ട്രൂ ലെങ്ത് കിട്ടും. അപ്പോൾ രണ്ട് ഭാഗത്തും ട്രൂ ലെങ്ത് ആയി. ലൈനിനെ ഞാൻ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യുന്നു. നിങ്ങളത് ചെയ്യേണ്ടത് തിക്ക് ലൈനായിട്ട് മാർക്ക് ചെയ്യുക. ഞാനിവിടെ പേന ഉപയോഗിച്ച ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച ഭാഗത്തൊക്കെ നിങ്ങൾ തിന്നായിട്ടുള്ള ലൈനും റെഡ് ഇങ്ക് ഉപയോഗിച്ച ഭാഗത്ത് നിങ്ങൾ തിക്ക് ലൈനും യൂസ് ചെയ്യുക പരീക്ഷയ്ക്ക്. ഞാനിവിടെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് പേന ഉപയോഗിച്ചത്. ശരിക്കും പേന ഉപയോഗിച്ച് വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇനി ട്രേസ് കാണുന്നുണ്ടെങ്കിൽ എലിവേഷനും പ്ലാനും വരയ്ക്കണം. അപ്പോൾ ആദ്യം ഇവിടെ ഈ ലൈനിൻ്റെ അടിഭാഗത്തൊരു ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ സാധാരണ വരയ്ക്കാറുള്ള പോലെ വരച്ചിടാം. ഒരു ഹൊറിസോണ്ടൽ ലൈന് വരച്ചു. ഇവിടെയും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഇനി എങ്ങനെയാണ് എലിവേഷനും പ്ലാനും വരയ്ക്കുക? ട്രൂ ലെങ്ത്തിൽ നിന്ന് നമുക്ക് താഴെ ഭാഗത്ത് പ്ലാൻ കിട്ടണമെങ്കിൽ മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങണം. ഇവിടെ A', B1' എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ഇവിടെ AB1 എന്ന് പേര് കൊടുക്കുന്നു. ഈ മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്തിൻ്റെ എൻഡിൽ നിന്ന് താഴേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഏതുവരെ? ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിൻ്റെ അടിഭാഗം വരെ. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിൻ്റെ അടിഭാഗം വരെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിൻ്റെ അടിഭാഗം വരെ. എന്നിട്ട് കോമ്പസിൽ എ എന്നുള്ള പോയിന്റിൽ കോമ്പസ് വെച്ച് പെൻസിൽ ഈ ഒരു നമുക്കിപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ എൻഡ് വന്നില്ലേ, അതുവരെ എടുത്തിട്ട് അവിടുന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് ഈ ലോക്കസിൽ വന്ന് മുട്ടുന്ന ഈ സ്ഥലത്താണ് പ്ലാനിൻ്റെ എൻഡ് വരിക. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ലോക്കസിലെ ഈ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതായിരിക്കും പ്ലാന് അല്ലെങ്കിൽ ടോപ്പ് വ്യൂ. അതിന് നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. ഇനി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു B' വരും. അത് കിട്ടാൻ എന്ത് ചെയ്യാം? രണ്ട് മാർഗ്ഗമുണ്ട്. ഏറ്റവും എളുപ്പമാർഗ്ഗം ഇപ്പോൾ കിട്ടിയ ഈ ബിയിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് ഈ ലോക്കസിൽ ചെന്ന് മുട്ടുന്ന സ്ഥലം. അല്ലെങ്കിൽ ഈ കാണുന്ന ട്രൂ ലെങ്ത്ത് താഴെ ഭാഗത്തുള്ള AB1 എന്ന് പറയുന്ന ട്രൂ ലെങ്ത്തിൽ നിന്ന് ആദ്യം പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഓപ്പോസിറ്റ് സൈഡിലെ ലൈനിൻ്റെ അടിഭാഗം വരെ, പിന്നെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോഴും നമുക്ക് അതേ പോയിൻ്റ് തന്നെയാണ് കിട്ടുക. നമുക്ക് എളുപ്പമാർഗ്ഗത്തിൽ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഈ പോയിൻറ്റിലേക്ക് A' നിന്നൊരു ലൈൻ വരച്ചാൽ അതായിരിക്കും എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ. അതിന് നമുക്ക് B' എന്ന് പേര് കൊടുക്കാം. ഈ A', B' തിക്ക് ലൈനാണ്. ഞാനത് മറന്ന് ബ്ലാക്ക് കൊണ്ട് വരച്ചു. നിങ്ങളത് റെഡാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി ട്രേസസ് ആണ് കാണേണ്ടത്. ട്രേസ് കാണാൻ എന്ത് ചെയ്യണം? ട്രേസ് കാണാൻ നമ്മുടെ റൂൾ എന്തായിരുന്നു? നമ്മൾ പഠിച്ചിരിക്കുന്ന ട്രിക്ക് എന്തായിരുന്നു? A', B' എക്സ്റ്റെൻഡ് ചെയ്താൽ അത് XY ആക്സിസിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് H' എന്ന് പേര് കൊടുക്കാം. അവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിലേക്ക് ABയെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ A', B' എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് XY ആക്സിസിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് H' എന്ന് പേര് കൊടുക്കുന്നു. അതിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലറിലേക്ക് ABയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് HT. ഇതേപോലെ നേരെ തിരിച്ച് ABയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് XY ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് V എന്ന് മാർക്ക് ചെയ്യുന്നു. ആ വിയിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിലേക്ക് A', B' എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റ് അതാണ് VT. ഇനി ഈ പ്രോബ്ലത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദി ഇൻക്ലിനേഷൻസ് ഓഫ് ദ ലൈൻ വിത്ത് ബോത്ത് റെഫറൻസ് പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുമ്പോൾ ഏത് ആംഗിളാണ് വരിക? ഇവിടെ ഇപ്പോൾ 4 ആംഗിൾ ഉണ്ടല്ലോ. ഒന്ന് ട്രൂ ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് θ ആൻഡ് φ. ട്രൂ ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിൾ. പിന്നെ എലിവേഷനും പ്ലാനും ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ വലിയ ആംഗിൾ. എലിവേഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, പ്ലാൻ ഉണ്ടാക്കുന്ന അളവ് ബീറ്റ. ഇതിലേതാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി ഇൻക്ലിനേഷൻസ് ഓഫ് ദി ലൈൻ എന്നാണ്. ഫൈൻഡ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദി എലിവേഷൻ എന്നല്ല. അപ്പോൾ ട്രൂ ലെങ്ത്തിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. തീറ്റയും ഫൈയും ആണ്. തീറ്റ അളന്ന് നോക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത് നോക്കുക. ഫൈ ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത് നോക്കുക.
എനിക്കിവിടെ തീറ്റ 25 എന്നും ഈ ഫൈ എന്നുള്ളത് 40 എന്നും കിട്ടിയിട്ടുണ്ട്. തീറ്റ 25 ഡിഗ്രി ആൻഡ് ഫൈ 40 ഡിഗ്രി. ഇനി ഡയമെൻഷനിങ് വേണം. തന്നിരിക്കുന്ന അളവുകളെല്ലാം മാർക്ക് ചെയ്യണം. സോ ഇവിടെ എ ഡാഷിലേക്ക് XY ആക്സിസിൽ നിന്നുള്ള അകലം 20 ആണ്. അതേപോലെ താഴേക്ക് 15 ആണ്. അപ്പോൾ ഇവിടെ 20യും മുകൾ ഭാഗത്ത് 20യും താഴെ ഭാഗത്ത് 15ഉം അത് മാർക്ക് ചെയ്യുക. പിന്നെന്താ തന്നിരിക്കുന്നത്? ട്രൂ ലെങ്ത്ത് 70 ആണ്. ട്രൂ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എ ഡാഷ് B1 ഡാഷും ട്രൂ ലെങ്ത്ത് ആണ്, എ B1ഉം ട്രൂ ലെങ്ത്ത് ആണ്. അപ്പോൾ ഒന്നുകിൽ ഇതൊരു ആർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ച് മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ ആർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ആർക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് അവിടെ നമ്മളൊരു റേഡിയസ് പോലെ വരച്ചിട്ട് ഇവിടെ നമുക്ക് R70 എന്നെഴുതാം. R70. അതുപോലെ താഴെ ഭാഗത്തും കാണിക്കാം. ഇവിടെ ഈ ആർക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഇവിടെ ഡയമെൻഷൻ കാണിക്കാം. ഇനി ബി എന്നുള്ളതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 60 താഴേക്കും 50 മേലേക്കും. അപ്പോൾ ബി എന്നുള്ള പോയിൻറ്റിൻ്റെ അളവുകൾ ഇവിടെ കാണിക്കാം. മേലേക്ക് 50 എബോവ് HP അല്ലേ, താഴേക്ക് 60 ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നല്ലേ, അത് താഴേക്ക് ഇങ്ങോട്ടും കാണിക്കാം. താഴെ ഭാഗത്തുള്ള ലോക്കസിനെ M എന്നും മുകൾ ഭാഗത്തുള്ള ലോക്കസിനെ M' എന്നും മാർക്ക് ചെയ്യാം. ആൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് താഴെ എഴുതി വെക്കണം. സോ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ചെയ്യാം.